ക്രിക്കറ്റിൽ ഒരു ഗ്ലോറിയസ് അൺസർട്ടനിറ്റീസ് ഉള്ള ഒരു ഗെയിമാണ്. കാരണം ഇന്ന് നമ്മൾ ഹീറോ ആണെങ്കിൽ നാളെ സീറോ ആവും. ഇന്നിപ്പോ സീറോ ആണെന്ന് തോന്നുന്ന ആള് നാളെ ഹീറോ ആവും. അത് ശരിക്കും എന്താണ് അവര് പ്രൊനൗൺസ് ചെയ്യുന്നത്? എന്തായാലും കുഴപ്പമില്ല, അതിനൊരു പ്രത്യേക ഹൗസ് ദാറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. കൈ പൊക്കിയാൽ തന്നെ മതി. അപ്പീൽ ആരും ചെയ്തിട്ടില്ല, കൈ പൊക്കിയിട്ടില്ല, ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പീൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട് കൊടുക്കാം. ഭയങ്കര മാന്യമായിട്ട് അമ്പയർമാരോട് ഡീൽ ചെയ്യുന്ന ഒരു താരം. എനിക്ക് ഒറ്റ ആളെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വരുന്ന കെൻ വില്യംസൺ മാത്രമേ ഉള്ളൂ. വളരെ ഐ വുഡ് ലൈക്ക് ടു റിവ്യൂ ദാറ്റ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ അതും ഒരു അങ്ങനെ ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ വരുന്നത്. ഭയങ്കര അറ്റാക്കിംഗ് ലെവലിൽ അപ്പീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു താരം ആരെങ്കിലും. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലി തന്നെയാണ്. എല്ലാ അപ്പീലും നമ്മൾ ഔട്ട് കൊടുക്കണം എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജിലാണ് പുള്ളിക്കാരൻ വരുന്നത്. രോഹിത് ശർമ്മ വേറെ പോലെയാണ്. ഇപ്പൊ ധോണിയും മോശമൊന്നുമല്ല. പൈസയുടെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവർക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കിയേ പറ്റുള്ളൂ. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പയറിംഗിൽ ഒരു സ്കോപ്പ്, പൈസയും കിട്ടുന്ന ഒരു സ്കോപ്പ് ഉണ്ട്. സോ റീസണബിളി നല്ലൊരു തുക നമുക്കൊരു എൻ്റെ ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെ ഒരു അതും 4 മാസത്തിൽ ഏൺ ചെയ്യാം. സാർ ഇങ്ങനെ ഒരു പെർ മാച്ച് ആണോ ഇത്? ഒരു പെർ ഡേ. ഇപ്പൊ ധോണി വിക്കറ്റ് കീപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ബോൾ പിടിച്ചിട്ട് ബോൾ മുകളിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് 99.9% ബാറ്റ് തട്ടിയിട്ടുണ്ട്. ഒരു മാച്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊളാർഡ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 8-9 കൊല്ലം മുമ്പിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഫീൽഡർ ബോളറിന്റെ ബാക്കിൽ അവിടെ തന്നെ ക്യാച്ച് അടിച്ചു കൊടുത്ത് ഔട്ട് പോയി. അപ്പം നമുക്കത് നമ്മൾ കാണുമ്പം ഇവിടെ ഒരു ഫീൽഡറാണ്, അങ്ങനത്തെ ഒരു തോന്നലാണ്. കാരണം ഇവിടെ എന്താണ്, പക്ഷെ പുള്ളിക്കാരൻ്റെ ഈ ഗെയിമിനോട്ടുള്ള ഒരു അസസ്മെന്റ് അത് അൺബിലീവബിൾ ആണ്. രാജസ്ഥാൻ റോയൽസിൽ എങ്ങനെ വന്നോ അതല്ല ഇപ്പോൾ പുള്ളിക്കാരൻ എന്നാൽ അവിടെ നിന്ന് ക്യാപ്റ്റൻസി കിട്ടി. ക്യാപ്റ്റൻസി ഒരു 5 കൊല്ലം രാജസ്ഥാൻ റോയൽസിനെ ലീഡ് ചെയ്ത ഒരു പ്ലെയറാണ്. ഫൈനൽ കളിച്ച ഒരു ക്യാപ്റ്റൻ അല്ലാണ്ട്. സോ അത് പുള്ളിക്കാരൻ്റെ ഇപ്പോൾ ഒരു എക്സ്പെക്ടേഷൻസും ഇതിലും ചെന്നൈ ഇപ്പം അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധോണി ഒരു പക്ഷേ റിട്ടയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 3-4 കൊല്ലം കൊണ്ടുപോകാനായിട്ടുള്ള ഒരാളായിട്ടാണ് അവർ സഞ്ജുവിനെ കാണുന്നത്. സോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെ സഞ്ജുയുടെ ഇപ്പം ക്യാപ്റ്റൻസി കിട്ടിയാൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല.